അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഭയം, പേടി എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ സഹജമാണ്, മനുഷ്യ പ്രകൃതമാണ്. ഒന്നിനെയും ഒരു ഭയവുമില്ലാത്തവൻ എന്ന് പറഞ്ഞാലും ഒരു ഭയം നമ്മളിൽ എല്ലാവരിലുമുണ്ട്. അതാണ് മരണഭയം എന്ന് പറയുന്നത്. ഈ മരണത്തെക്കുറിച്ചുള്ള ഭയം രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമല്ലോ, ദുനിയാവിലെ മുഴുവൻ സുഖസൗകര്യങ്ങളും മുറിഞ്ഞു പോകുമല്ലോ, ഇനി അതൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ എന്ന ഒരു ഭയമാണ് ഒരു വിഭാഗം ആളുകൾക്കുള്ളത്. എന്നാൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ ജീവിതവും ഇവിടുത്തെ സുഖസൗകര്യങ്ങളും മുറിഞ്ഞു പോകുന്നതിനെക്കുറിച്ചല്ല അവർക്ക് ഭയം. ആ മരിച്ച ശേഷം വരാനിരിക്കുന്നൊരു ലോകത്ത് അവിടുത്തെ അവസ്ഥ എന്താകും എന്നതിനെക്കുറിച്ചുള്ള ഭയമാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾക്കുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ കഴിയും, ലൗ യഅലമുൽ മർഉ മാ യഅതീഹി ബഅദൽ മൗത്ത്, മരണത്തിനു ശേഷം എന്താണ് വരാനിരിക്കുന്നത് എന്ന് ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ, മാ അക്കല അക്കലത്തൻ വലാ ശരബ ശുർബത്തൻ ഇല്ലാ വഹുവ യബ്കി വയദ്രിബു അലാ സദ്രിഹി, മരണാനന്തരം വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്നൊരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുമായിരുന്നില്ല. പിന്നെ ഭൗതിക കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് അവൻ്റെ യദ്രിബു അലാ സദ്രിഹി, അവനങ്ങനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ചു കൊണ്ടിരിക്കുമായിരുന്നു ഭയപ്പാട് കാരണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം യഥാർത്ഥത്തിൽ ഈ ഒരു ഭയവും ബേജാറുമൊക്കെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ്റെ മനസ്സിനെ, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ, പൈശാചിക പ്രലോഭനങ്ങളെ മറികടക്കാനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത എന്നൊക്കെ പറയുന്നത്. മരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കറിയാം. ഈ അറിവിനുമപ്പുറം, ഈ ധാരണയ്ക്കുമപ്പുറം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ മരണത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ മരണത്തെ ഓർക്കണമെന്നല്ലല്ലോ, അക്സിറു ദിക്ർ ഹാദിമൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ ധാരാളം ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കേണ്ടത് നിങ്ങളുടെ തന്നെ മരണത്തെക്കുറിച്ചാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ്, വിവേകമുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത മറുപടി, അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വ അശദ്ദുഹും ഇസ്തിഅദാദൻ ലഹു, ഏറ്റവും കൂടുതലായി അവനവൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുകയും ആ മരണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നവനാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ, ഏറ്റവും വിവേകമുള്ളവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യത്തിന് മറുപടിയായി കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, മരണത്തെ പല വിധത്തിലും അവർ ഓർക്കാൻ ശ്രമിച്ചത്. റബീഅ ബിൻ ഹൈസം റഹിമഹുല്ലാ ഒരു മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു കബർ കുഴിക്കുകയാണ്. അങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് കബർ കുഴിച്ചത് വലിയ സംസാര വിഷയമായപ്പോൾ അദ്ദേഹം അതിന് ജനങ്ങൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു, മരണത്തെക്കുറിച്ച് ഓർമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമുള്ളത് കൊണ്ടാണ്
ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു കബറ് കുഴിച്ച് വെച്ചത് അത് കാണുമ്പോഴൊക്കെയും എനിക്ക് അതിൽ പോയി കിടക്കേണ്ടതുണ്ടെന്ന ബോധം വരും. മാത്രമല്ല, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത ഹൃദയം അത് നശിച്ചത് തന്നെ എന്ന് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ജനിച്ചവർ എന്ന നിലക്ക് ഒരു നാൾ നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ലല്ലോ. നമ്മിൽ ആരുടെയും അനുമതിക്ക് വേണ്ടി മരണം കാത്തു നിൽക്കുകയില്ല. മരണത്തിൻ്റെ വരവെന്ന് പറയുന്നത് അപ്രതീക്ഷിതമാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും, നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ മരണം അപ്രതീക്ഷിതമായിട്ടാണ് വന്നതെന്ന്, പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് വന്നതെന്ന്. അപ്പോൾ മരണം ഒരിക്കലും അപ്രതീക്ഷിതമല്ല, അതൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ച് വെച്ച സംവിധാനമാണ്. പക്ഷെ നമുക്കത് അനുഭവപ്പെടുക അപ്രതീക്ഷിതമായിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവാകുന്ന പാലത്തിലൂടെ ഒരു വാതിൽ കടന്നുകൊണ്ട് നമുക്കൊക്കെയും പോകേണ്ടതുണ്ട്. നമ്മളെല്ലാവരും ആ വാതിൽ കടക്കാനുള്ള ക്യൂവിലാണ്, ആ ഊഴം കാത്തു നിൽക്കുകയാണ്. ദുനിയാവാകുന്ന ജീവിതത്തിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് മരണമെന്ന് പറയുന്ന വാതിലിലൂടെയാണ്. ആ വാതിലിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ഊഴം കാത്തു നിൽക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ജനിച്ചത് മുതൽ നമ്മളെല്ലാവരും മരണത്തിൻ്റെ വഴിയിൽ ക്യൂവിലാണ്. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ഒരു തരത്തിലുള്ള ഓർഡറുമില്ലാത്തൊരു ക്യൂവാണത്. സാധാരണഗതി നമ്മൾ പറയുമല്ലോ, ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പറയും ചില സദസ്സിലൊക്കെ ആദ്യം പിന്നെ മുതിർന്നവരിയ്ക്കട്ടെ, കുട്ടികളതിൻ്റെ അപ്പുറത്തിരിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അങ്ങനെ യാതൊരു തരത്തിലുള്ള ഓർഡറുമില്ലാത്തൊരു ക്യൂ ആണത്. മുതിർന്നവരെന്നോ പ്രായമുള്ളവരെന്നോ ചെറുപ്പക്കാരെന്നോ പിഞ്ചുകുട്ടികളെന്നോ ഒരു വ്യത്യാസം അവിടെ അല്ല. ഈ പറഞ്ഞവരൊക്കെയും ഇടകലർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ക്യൂവിൽ ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ കെട്ടുകാത്ത് നിൽക്കുകയാണെന്നൊരു ബോധം നമുക്കുണ്ടാകണം. നമ്മൾ നിൽക്കുന്ന ആ ക്യൂവിലെ നീപ്പനുസരിച്ച് നമ്മുടെ ഊഴമെത്തുമ്പോൾ ആ മരണം അങ്ങോട്ട് പിടിച്ചപ്പുറത്തേക്കിടും. പിന്നെ അവിടെ ആരെയും കാത്തു നിൽക്കില്ല എന്നതിന് ഒരുപാട് അനുഭവങ്ങൾ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പ്രായം നോക്കിയിട്ടും സമയം നോക്കിയിട്ടും മറ്റ് യോഗ്യതകൾ നോക്കിയിട്ടൊന്നല്ല മരണമെന്ന് പിടിച്ചു കൊണ്ടുപോവുക. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ആ മരണമെന്ന കവാടത്തിന് മുമ്പിൽ നിൽക്കുന്ന ക്യൂവിൽ നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണോ അതവിടെ എത്തുമ്പോൾ അങ്ങോട്ട് വരും, അതുകൊണ്ട് പിടിച്ചു കൊണ്ടുപോകും. കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ നമ്മൾ? പ്രസവിച്ച ഉമ്മ മരിക്കുന്നു, ജനിച്ച കുഞ്ഞ് ജീവിക്കുന്നു. തിരിച്ചും ജനിച്ച കുഞ്ഞ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ ദുനിയാവിലേക്ക്. കണ്ണു തുറന്നിട്ടവൻ ആരെയും കണ്ടിട്ടില്ല. അപ്പോഴേക്കതാ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴടങ്ങി ആ മരണമെന്ന വാതിലിലൂടെ അങ്ങോട്ട് പ്രവേശിക്കുന്നു. പ്രസവിച്ച ഉമ്മ പിന്നെയും വർഷങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആശുപത്രികളിൽ ലക്ഷങ്ങൾ കെട്ടിവെക്കാൻ മനുഷ്യർ തയ്യാറാകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ ജീവനൊന്ന് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവസാനം എല്ലാവരെയും നിരാശപ്പെടുത്തി ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും മരണമെന്ന് പറയുന്ന വാതിലിലൂടെ പ്രവേശിക്കേണ്ടി വന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? മരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ഒരുപക്ഷെ ഒരിക്കലും മരണത്തിനു പറ്റിയ ഒരു സാഹചര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയങ്ങളിൽ വളരെ പെട്ടെന്ന് മരണം പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കണ്ടിട്ടില്ലേ? 90 95 വയസ്സ് പ്രായമുള്ള ആളുകൾ ജീവിക്കുമ്പോൾ 2 3 വയസ്സുള്ള അതിലും താഴെ പ്രായമുള്ള പിഞ്ചു പൈതങ്ങൾ പടച്ചറബിലേക്ക് മരണത്തിലൂടെ പോകുമെന്ന് നമ്മൾ കണ്ടിട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലേ നമ്മൾ വായിച്ചത്, തിരുവനന്തപുരത്ത് ജോയ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി, ഒരു ജോലിക്കാരന് വേണ്ടി എത്ര മണിക്കൂറുകൾ, എന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി, എത്ര കണ്ണുകളാണ് അതിനു വേണ്ടി ഉറക്കമൊഴിച്ചത്, പ്രാർത്ഥിച്ചത്. പക്ഷേ സമയം വന്നപ്പോൾ ആ സഹോദരനെ പിടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്തു. വിശുദ്ധ ഖുർആൻ പറയുന്ന വർത്തമാനം, അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജി മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും ആ സമയമെത്തും അങ്ങോട്ട് പോകേണ്ടി വരും. ഭദ്രമായി കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിലാണെങ്കിലും സമയമാകുമ്പോൾ മരണം നിങ്ങളെ പിടിച്ചെടുത്തു കൊണ്ടുപോകും.
കുല്ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗതി ഔൽ ഖത്ൽ. നബിയെ പറയുക, മരണത്തിൽ നിന്നോ കൊലയിൽ നിന്നോ നിങ്ങൾ ഓടിക്കളയുകയാണെങ്കിൽ ആ ഓട്ടം നിങ്ങൾക്കൊരിക്കലും പ്രയോജനപ്പെടുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ യമൂത ബിഅർള്, ഭൂമിയിൽ എവിടെ വെച്ച് എപ്പോഴാണ് ഒരു മനുഷ്യൻ മരിക്കേണ്ടതെന്ന് അള്ളാഹ് തീരുമാനിച്ച അവധി അങ്ങോട്ടെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് മരിപ്പിക്കണമെന്നാണോ നിശ്ചയിച്ചിരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാക്കിയിട്ട് അവൻ അങ്ങോട്ട് എത്തിക്കുന്ന. അങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം ഉണ്ടാക്കിയിട്ട് എവിടെയാണോ നമ്മുടെ വിധി ആ സ്ഥലത്തേക്ക് നമ്മളെ പടച്ച റബ്ബ് കൊണ്ടുവന്നെത്തിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ, വലികുല്ലി ഉമ്മത്തിൻ അജൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅ വലാ യസ്തഖ്ദിമൂൻ. എല്ലാവർക്കും ഓരോ അവധി അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പോയിന്റിലേക്ക് നിങ്ങൾ എത്താനാകുമ്പോൾ അതങ്ങ് വന്ന് പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെയാ. ഇതൊക്കെ നമുക്കറിയാം, പക്ഷെ ആ ബോധം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൻ്റെ സൗന്ദര്യത്തിൽ അങ്ങനെ മതിമറന്നങ്ങ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളൊരു ദിവസം എൻ്റെ കഴുത്തിലും ആ മരണത്തിൻ്റെ പിടി വീഴുമെന്ന ബോധം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, എപ്പോഴൊക്കെയാ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെയാ മനുഷ്യന്മാർ മരണത്തിന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചല്ലേ, തിരുവനന്തപുരത്ത് ആ മഴയുമായി ബന്ധപ്പെട്ടൊക്കെ കാറ്റും മഴയൊക്കെ ഉണ്ടായപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് ഇങ്ങനെ കാറിൽ വരിക. അങ്ങനെ വണ്ടി സൈഡാക്കി രാത്രി കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഹോട്ടലിലേക്ക് കയറിയതാ ഭർത്താവ്. തിരിച്ചു വരുമ്പോഴേക്ക് ഒരു മരം അങ്ങ് കാറിൻ്റെ മേലെ വീണ് വെട്ടിപ്പൊളിച്ച് ആളെടുത്തപ്പോഴേക്കും ഭാര്യ മരിച്ചിരിക്കുന്നു എന്നാ. നോക്കൂ നിങ്ങൾ, എങ്ങനെയൊക്കെയാ മരണം വരുന്നത്. അതെങ്ങാനും അറിയുമായിരുന്നെങ്കിൽ അവിടെ ഇറങ്ങണ്ട തീരുമാനിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. എവിടെ വെച്ച് എങ്ങനെ നിങ്ങളെ പിടിക്കും അതെനിക്കറിയാം, പക്ഷെ നിങ്ങളത് അറിയിച്ചിട്ടില്ല. അല്ലാഹു അറിയാം, എനിക്കതറിയാം, പക്ഷെ അത് എവിടെ വെച്ച് എങ്ങനെ നിങ്ങളെ പിടിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയൊക്കെയാ മനുഷ്യന്മാർ മരിച്ചു പോകുന്നത് കണ്ടില്ലേ നിങ്ങൾ. മരിച്ചവനെ കുളിപ്പിക്കുമ്പോൾ മരിച്ചു. ഒരു മയ്യത്തിന് വേണ്ടി കബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കബർ കുഴിക്കുന്നവൻ മരിച്ചു. മയ്യത്തിനെ കണ്ട് തിരിച്ചു വരുന്ന വഴി മരിച്ചു. മരിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചു കാത്തിരിക്കുന്നവർ മരിക്കാതെ പിന്നെയും വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നും മരിക്കൂലെന്ന് നമ്മൾ വിചാരിച്ചവർ മരിച്ചു പോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പല വിധത്തിലും പല രൂപത്തിലും കോലത്തിലുമൊക്കെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുഭാഗത്തും അയൽപക്കത്തുമൊക്കെ നടക്കുന്ന മരണങ്ങൾ, എന്താ ഈ മരണങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത്? എന്താണ് ഈ മരണങ്ങളെല്ലാം വിശ്വാസികളായ നമ്മോട് വിളിച്ചു പറയുന്നത്? യാതൊരു സംശയവുമില്ല, എനിക്കും നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ട സമയമേതാണോ ആ സമയമെത്തിയാൽ നമ്മളും മരിക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് പ്രിയമുള്ളവരെ. നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ ഈ കാഴ്ചയും ഈ സംസാരവുമൊക്കെ എത്ര സമയം നീളുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിശുദ്ധ ഖുർആൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചതുപോലെ ആ സമയം നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയം അതെത്തുമ്പോൾ നിങ്ങളത് പിടിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരു കാരണമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുമെന്നതല്ലാതെ അതിലപ്പുറം അതിലൊന്നുമില്ല. നമുക്ക് പറയാൻ വേണ്ടിയിട്ടൊരു കാരണം ഉണ്ടല്ലോ. അങ്ങനെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങോട്ട് സംഭവിച്ചു, അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ചോട്ട് നിൽക്കാതിരുന്നാൽ മതിയായിരുന്നു, ആ ബസ്സിലും കയറാതിരുന്ന, അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ്, നമുക്ക് പറയാൻ വേണ്ടി മാത്രമാണ്. അതിനൊക്കെ ക്രോസ് ചെയ്യുന്ന വർത്താനം നേരത്തെ പറഞ്ഞേ. എന്ത് അള്ളാഹ് നിശ്ചയിച്ചൊരു സമയം എത്തിക്കഴിയുമ്പോൾ നമ്മളെ എവിടെ വെച്ച് പിടിക്കണമെന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, വാർത്തകളൊക്കെ വായിച്ചിട്ടില്ലേ? ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോയി, പിന്നെ ടിക്കറ്റ് എടുത്ത് വിമാനത്തിൽ കയറി ഗൾഫിലേക്ക് പോയി ഇറങ്ങിയിട്ട് റൂമിലെത്തുന്നതിന് മുമ്പ് മരിച്ച ആളുകളെക്കുറിച്ച് അത്രയും അനുഭവങ്ങളില്ലേ നമുക്ക് പലതരത്തിൽ. അപ്പോൾ സമയമെത്തുമ്പോൾ അതങ്ങ് പിടിക്കുന്ന പറഞ്ഞേ. ഒരു മനുഷ്യൻ്റെ പ്രിയമുള്ളവർ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണത്തേക്കാൾ തീവ്രമായ മറ്റൊരു ഉപദേശകനില്ല എന്നാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് മരണമാണ്, മരിച്ചു കിടക്കുന്നവരാണെന്നാണ്. ഒരു കബറിൽ എഴുതി വച്ചിരിക്കുന്നൊരു ഡയലോഗ് എങ്ങനെയാണെന്നാണ്: എന്നെ നോക്കി നീ നെട്ടണ്ട, ഇന്നലെ നീ നിന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മറ്റൊരു കബർ നോക്കി നെട്ടിയതാണ്, ഇനി നാളെ നിന്റെ കബർ നോക്കി അതേ സ്ഥാനത്ത് മറ്റൊരാളും നെട്ടാനുണ്ട്. യാഥാർത്ഥ്യമാണത്. നമ്മൾ പള്ളിക്കാട്ട് പോകുമ്പോൾ
പല ഖബറും നോക്കി നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ട്, നെടുവീർപ്പെട്ടിട്ടുണ്ട്, നെട്ടിപ്പോയിട്ടുണ്ട്. നെട്ടണ്ട, കാരണം ഇന്നലെ ഞാൻ നിന്നെ ഇതേ സ്ഥലത്ത് നിന്ന് നെട്ടിയവനാ. ഇനി നാളെ മറ്റന്നാൾ ഒരുപക്ഷെ നിന്റെ ഖബർ നോക്കി വേറെ പലരും നെട്ടുകയും താടിയിൽ കൈവെക്കുകയും ചെയ്യാനുണ്ട്. ഈ ബോധം നിനക്കെപ്പോഴും ഉണ്ടാകണം എന്നാണ് ഈ പറയുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എത്രയെത്ര മരണവീടുകൾ നമ്മൾ കയറിയിറങ്ങിയിട്ടുണ്ട്. ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചില മരണങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതങ്ങൾ വളരെ വളരെ വലുതാണ്, അല്ലേ? നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, മരണത്തെപ്പറ്റി പറയുമ്പോൾ മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കാറുള്ളതും. പക്ഷേ ആ മരണത്തെ സ്വന്തത്തിലേക്ക് ചേർത്ത് വായിക്കുമ്പോഴാണ് മരണങ്ങൾ നമുക്ക് പാഠമാകുന്നത്, നമുക്ക് ഓർമ്മയായി വരുന്നത്. അതുകൊണ്ട് സ്വന്തത്തെക്കുറിച്ചൊരു ചിന്ത നമുക്കുണ്ടാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ ഏതോ ഒരു മയ്യത്തിനെ കാണാൻ വേണ്ടി പോയി, ഏതാനും സെക്കൻഡുകൾ നിശബ്ദത പാലിച്ച് ആ മയ്യത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആ കിടക്കുന്ന മയ്യത്തിനെ കുറിച്ച് വന്ന ചില ചിന്തകളുണ്ടാകും. ഒരുപക്ഷെ നമ്മൾ നമ്മളെക്കുറിച്ചായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ നമ്മൾ ആ മരണ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തിയാലും നമ്മളെ മതിക്കുന്ന ചില ചിന്തകളുണ്ടാകും. ചിലപ്പോൾ അത് ആ മയ്യത്തിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ മിന്നിമറിയുന്ന ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രയേ ഉള്ളൂ എന്ന ചിന്തയായിരിക്കാം. എന്തായിരുന്നാലും ഏതായിരുന്നാലും ആ ചിന്തകളാണ് മനസ്സിൽ നിന്ന് മായാതെ നമ്മെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ചിന്തകളാണ് പ്രിയമുള്ളവരെ നമ്മളെ നിയന്ത്രിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് മരണവീടുകൾ സന്ദർശിച്ചവരല്ലേ? ഒരുപാട് മയ്യത്തുകൾ നമ്മൾ എടുത്ത് ഖബറിലേക്ക് വെച്ചിട്ടില്ലേ? ഒരുപാട് മയ്യത്തുകൾ നമ്മൾ പലരും കുളിപ്പിച്ചിട്ടില്ലേ? നമ്മൾ ആരെങ്കിലും നമ്മുടെ മരണത്തെ, നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ ഒരിക്കലെങ്കിലും ഒന്ന് ഇമേജ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? ഒരിക്കലെങ്കിലും ഒരു മയ്യത്തിനെ കാണുമ്പോൾ ഞാനാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്നതെങ്കിൽ, എന്നെയാണ് ഇങ്ങനെ 3 കെട്ടും കെട്ടി പൊതിഞ്ഞു വച്ചിരിക്കുന്നതെങ്കിൽ, എന്നെയാണ് ഇങ്ങനെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ, നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മരണത്തെക്കുറിച്ചൊന്ന് ഇമേജ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ചെയ്യണം. മനസ്സിൽ നിന്ന് സങ്കല്പിക്കണം. നമ്മളിങ്ങനെ മരിച്ചു കിടക്കുക, നമ്മുടെ വീട്ടിൻ്റെ വരാന്തയിൽ, വീടിൻ്റെ ഹാളിൽ മരിച്ച് നമ്മളെ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് ആ വീടിൻ്റെ ഹാളിൽ അങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ മനസ്സിൽ. നമ്മളങ്ങനെ കിടത്തിയ രംഗം നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. അങ്ങനെ മരിച്ചു കിടക്കുക നമ്മൾ. അങ്ങനെ പലരും ഒരു നോക്ക് കാണാൻ വേണ്ടി, നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. കൂട്ടുകാരുണ്ട്, കുടുംബക്കാരുണ്ട്, സഹപ്രവർത്തകരുണ്ട്, വേണ്ടപ്പെട്ടവരൊക്കെയുണ്ട്. അങ്ങനെ നമ്മളെ കാണാൻ വരുന്ന പലരും വിഷമത്തോടെ, നെടുവീർപ്പോടെ നമ്മളെ നോക്കി, നമ്മുടെ കിടത്തം കണ്ട് മനസ്സിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ദുഃഖഭാരത്തോടുകൂടി അവർ നമ്മെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പുറത്ത് നമ്മുടെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ, നമ്മുടെ മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിച്ച് 3 കെട്ടും കെട്ടി ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മക്കളും ഇണകളൊക്കെ, വേണ്ടപ്പെട്ടവരെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകൂടി വന്നിട്ട് ദുഃഖഭാരത്താൽ നമ്മുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മുഖത്തേക്ക് വന്ന് നോക്കുന്ന, പൊട്ടിയും ഇതുമ്പിയും കരഞ്ഞും തന്നെ കാണാൻ വരുന്ന തൻ്റെ മക്കളുടെ, തൻ്റെ പ്രിയതമയുടെ മുഖത്ത് നോക്കി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. ഒരക്ഷരം പോലും അവരോട് പറയാൻ നമുക്ക് കഴിയുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറയുന്നുണ്ട്, ഇനി വല്ലാതെ വൈകിപ്പിക്കണ്ട, ഞാൻ കുളിപ്പിക്കുക, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി വല്ലാതെ വൈകിപ്പിക്കാൻ നിൽക്കണ്ട, ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അങ്ങനെ മരിച്ചു കിടക്കുന്ന നമ്മളെ കുളിപ്പിക്കാൻ എടുക്കുക, കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ആളുകൾ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി. നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്നതെല്ലാം അഴിച്ചു മാറ്റി, നല്ലപോലെ തേച്ചുരപ്പിച്ച് കുളിപ്പിച്ചു നമ്മളെ തന്നെ. ഇനി ആരും അങ്ങനെ നമ്മളെ കുളിപ്പിക്കില്ല ദുനിയാവിൽ. അവസാനത്തെ കുളി നമ്മളെ കുളിപ്പിച്ചു. ഇന്നലെ വരെ കുളിക്കുമ്പോൾ ഏത് സോപ്പ് ഉപയോഗിക്കണം ഞാൻ തീരുമാനിച്ചതാ, ഇനി എനിക്കത് തീരുമാനിക്കാൻ കഴിയില്ല. അങ്ങനെ 2-3 ആളുകൾ ചേർന്ന്
ദുനിയാവിലെ ഏറ്റവും അവസാനത്തെ കുളിയും നമ്മളെ തേച്ചുരച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി അവസാനം 3 പരുക്കൻ വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞു നമ്മളെ കഴുകി വൃത്തിയാക്കി തുടച്ച് തുവർത്തി തയ്യാറാക്കി വെച്ച 3 വെള്ളത്തുണി നമ്മൾ പൊതിഞ്ഞു. നമ്മുടെ വിലപിടിച്ച വസ്ത്രങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അലമാരയിൽ. ആരും അതെടുക്കുന്നില്ല. അതെടുക്കാൻ പറയാനും നമുക്ക് പറ്റുന്നില്ല. വിലപിടിച്ച മുന്തിയ വസ്ത്രങ്ങൾ അലമാരയിൽ അടുക്കി വെച്ചപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ നമ്മളെ പൊതിയാൻ വേണ്ടി എടുക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരുത്തനും ഉപയോഗിക്കാത്ത 3 പരുപരുക്കൻ തുണിയാണ്. അങ്ങനെ അതെടുത്ത് അതിൽ നമ്മളെ കിടത്തി പൊതിഞ്ഞ് അങ്ങനെ കാൽഭാഗവും മരഭാഗവും തലഭാഗവും ഒക്കെ നേരവണ്ണം മുറുക്കി കെട്ടി നമ്മൾ ജീവിച്ച നമ്മുടെ വീട്ടിൽ നിന്ന് അവസാനത്തെ ഇറക്കത്തിന് തയ്യാറെടുക്കുകയാണ്. നമ്മൾ അവസാനമായി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നമ്മുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവ ചോദിക്കുന്നുണ്ട്, ആരോ ഇനി അവസാനമായിട്ട് ആരെങ്കിലും കാണാനുണ്ടോ, കാണാത്തവരുണ്ടോ? ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ആ മയ്യത്തിൻ്റെ നമ്മുടെ മുഖം ഒന്നുകൂടി ആ കഫൻ തുണി തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു. അവസാനം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ആ മയ്യത്ത് കട്ടിലിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കുകയാണ്. നമ്മുടെ മയ്യത്ത് കട്ടിൽ, നമ്മുടെ ശരീരം, നമ്മുടെ മയ്യത്തിനെ ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ പ്രിയപ്പെട്ടവരും മക്കളുമൊക്കെ വേണ്ടപ്പെട്ടവരെ വിതുമ്പി കരയുന്നുണ്ട്. ഭാര്യ കരയുന്നുണ്ട്, മക്കളെ കരയുന്നുണ്ട്, കരച്ചിൽ അടക്കിപ്പിടിക്കുന്നവരുണ്ട്, ദുഃഖം താങ്ങാൻ കഴിയാത്തവരുണ്ട്, സഹപ്രവർത്തകരുണ്ട്. എല്ലാവരും ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ മിറ്റം. കാരണം അവർക്കറിയാം ഇനി നമ്മളെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ലെന്ന്. ഇനി ഒരിക്കലും നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ലെന്ന് അവർക്കറിയാം. അവരോടൊരു യാത്ര പോലും പറയാൻ കഴിയാതെ നിശബ്ദനായി മൗനിയായി നമ്മൾ അവിടെ കിടക്കുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു, പള്ളിയിലേക്കെത്തി. ഒരുപക്ഷെ ജീവിതകാലത്ത് പള്ളിയിലെ 1-ാമത്തെ സഫിൽ ഒരിക്കൽ പോലും എത്താത്ത നമ്മെ, ജീവിതകാലത്ത് പള്ളിയിലെ 1-ാമത്തെ സഫിൽ ഒരിക്കൽ പോലും എത്താത്ത നമ്മെ 1-ാമത്തെ സഫിൽ തന്നെ കൊണ്ടുപോയിട്ട് ആ മയ്യത്ത് കട്ടിൽ വെച്ചു. എല്ലാവരും നമുക്ക് വേണ്ടി നമസ്കരിച്ചു. അവസാനം പള്ളിയിൽ നിന്ന് അവസാനത്തെ ഇറക്കി. ഇനി ആ പള്ളിക്കുള്ളിലേക്കും നമുക്ക് പ്രവേശനമില്ല. വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു, പള്ളിയിൽ നിന്നും നമ്മളെ ഇറക്കി. ഇനി ഒരു പക്ഷേ മയ്യത്തായിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ആ പള്ളിയിലേക്കൊന്ന് തിരിച്ചു കയറാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ പള്ളിയിൽ നിന്നും ഇറക്കി. വർഷങ്ങളായി നമുക്ക് വേണ്ടി കാത്തിരുന്ന ഒരു 6 അടി മണ്ണിൻ്റെ സ്ഥലമുണ്ടായിരുന്നു ആ പള്ളിക്കാട്ടിൽ. നമുക്ക് വേണ്ടി കുഴിച്ചു വെച്ച, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ 6 അടി മണ്ണിലേക്ക്, ആ ഖബറിലേക്ക് നമ്മളെ കിടത്തി. മണ്ണും പലകയുമൊക്കെ വെച്ച് എല്ലാം ഭദ്രമാക്കി അടച്ചു. ഒരു തരി മണ്ണ് പോലും ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ നനച്ച മണ്ണെടുത്ത് കുഴച്ച് ഭദ്രമാക്കി വെച്ചു. അവസാനം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണിൽ നിന്നാണ് നീ വന്നത്, ആ മണ്ണിലേക്ക് തന്നെയാണ് നീ പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 പിടി മണ്ണ് നമ്മുടെ മുഖത്തേക്ക് വാരിയിടാൻ വേണ്ടി ആളുകൾ മത്സരിച്ചത് വാരിയിട്ടു. അത് കഴിഞ്ഞവർക്ക് ഓരോരുത്തർക്കും പിരിഞ്ഞു പോകണം. അവിടെ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല, ആഗ്രഹമില്ല, ആരും ആഗ്രഹിച്ചിട്ടുമില്ല. അങ്ങനെ ഖബറിൽ വെച്ച നമ്മുടെ മുഖത്തേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് 3 പിടി മണ്ണും വാരിയിട്ട് അവസാന വാക്യം ചൊല്ലിക്കൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി. ഓരോരുത്തരും അവിടെ നിന്ന് പിരിഞ്ഞു പോയി. മക്കൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു, വേണ്ടപ്പെട്ടവരും കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ 6 അടി മണ്ണിൽ ബാക്കിയാക്കിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം പോയി കൂട്ടരെ അവിടെ നിന്ന്. പിന്നെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളൊക്കെ മക്കൾ വന്നു, ഖബറിൻ്റെ അടുത്ത് വന്നു, അനിയൻ വന്നു ഖബറിൻ്റെ അടുത്ത്, വാപ്പ വന്നു ഖബറിൻ്റെ അടുത്ത്, സലാം പറഞ്ഞു, പ്രാർത്ഥിച്ചു. ക്രമേണ ആ വരവും അങ്ങോട്ടില്ലാതായി. അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഏതൊക്കെയോ കളിതമാശകളിൽ, വർത്തമാനങ്ങളിൽ, സന്തോഷങ്ങളിൽ അവരങ്ങനെ മുഴുകിത്തുടങ്ങി. ജീവനുള്ളപ്പോ, ജീവിച്ചിരിക്കുമ്പോ കുടുംബക്കാർക്ക് നമ്മൾ ആരൊക്കെയോ ആയിരുന്നു. പക്ഷേ ക്രമേണ
അവരുടെയൊക്കെ മറവിയുടെ മാറാപ്പിലേക്ക് അവർ നമ്മെ തള്ളിയിട്ടു. പ്രിയമുള്ളവരെ, തള്ളിയിട്ടു പോയി. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാ, ഒളിച്ചോടാൻ കഴിയില്ല. ഈ പറഞ്ഞതൊക്കെയും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളൊക്കെയും ഇത് അനുഭവിച്ചേ പറ്റൂ. പ്രിയമുള്ളവരെ, ദുനിയാവിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നോ, ആർക്കൊക്കെ വേണ്ടി നമ്മുടെ പരലോകത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നോ, അവരാരും വരില്ല നമുക്ക് കൂട്ടുകിടക്കാൻ, അവരാരും വരില്ല നമ്മുടെ അടുത്ത് കിടക്കാൻ. എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ്, എല്ലാവരും തനിച്ച് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നൊരു ദിനം നമുക്ക് വരാനുണ്ട്. നമ്മൾ ഒന്നുമല്ലാത്തവരാകുന്നൊരു നിമിഷം നമുക്ക് വരാനുണ്ട്. ഈ ബോധം നിരന്തരം മനസ്സിലുണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ചിന്ത, നമ്മുടെ മരണത്തെ നമ്മളങ്ങനെ ഒന്ന് ഇമേജ് ചെയ്ത് നോക്കണം. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ എല്ലാ അഹംഭാവത്തെയും ചിതറിപ്പിക്കുന്ന, മനുഷ്യന്റെ എല്ലാ അഹംഭാവത്തെയും പൊടിച്ചു കളയുന്ന മാരകശേഷിയുള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത്. നമ്മുടെ കൂടെ നടന്നവരും നമ്മുടെ കൂടെ വിട്ടു നടന്നവരും നമ്മെ കാണാൻ വരുന്ന, ഒന്നിച്ചു വരുന്ന രംഗമാണ് മരണമെന്ന് പറയുന്നത്. നമുക്ക് ചുറ്റും നടക്കുന്ന മരണങ്ങൾ പ്രിയമുള്ളവരെ നമ്മളെ ചിന്തിപ്പിക്കണം. മഹാന്മാരായ താബിഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളൊരു ജനാസയിൽ പങ്കെടുക്കുമ്പോൾ തേങ്ങലിൻ്റെ കരച്ചിലിൻ്റെ ആധിക്യം കാരണം ആരാണ് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കളെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. കാരണം എല്ലാവരും കരച്ചിലായിരിക്കും. ഒരു മരിച്ച മയ്യത്തിനെ കാണാൻ പോകുമ്പോൾ, മരണ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളെല്ലാവരും കരച്ചിലായിരിക്കും, വിതുമ്പിക്കരയിലായിരിക്കും. അതുകൊണ്ട് ആരാണ് മരിച്ചവൻ്റെ ബന്ധു ആരാണെന്ന് പോലും അറിയാൻ കഴിയില്ല. ഞങ്ങൾ കരഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു എന്ന ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരു മരണ വീട്ടിൽ ചെന്നാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നിട്ട് കച്ചവട വർത്താനോ നാട്ടുവർത്താനോ പറയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ ഇരുന്നു കൊണ്ട് ആ മരണത്തെക്കുറിച്ചൊരു ബോധം മനസ്സിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, ആ കുളിപ്പിക്കലിലൂടെ, കഫൻ ചെയ്യലിലൂടെ, മറമാടലിലൂടെ, കബറിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ മരണ വീടുകളിൽ പോകുമ്പോൾ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, മരണമെന്നത് യാഥാർത്ഥ്യമാണ്. ആർക്കും അതിനെ തട്ടിയകറ്റാൻ കഴിയില്ല, അതിൽ നിന്ന് ഓടി ഒളിക്കാനും കഴിയില്ല. നമുക്ക് ചെയ്യാനുള്ളത് ആ മരണത്തെ സ്വീകരിക്കാനും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയും ഒരുങ്ങുക എന്നുള്ളതാണ്. ആ യാത്രയിൽ മരണമാകുന്ന വാതിൽ കടന്ന് അങ്ങോട്ടുള്ളൊരു യാത്രയുണ്ടല്ലോ, അവസാനിക്കാത്ത യാത്ര. ആ യാത്രയിൽ എന്തെല്ലാം നമുക്കാവശ്യമുണ്ടോ അതെല്ലാം ഒറ്റക്കൊറ്റക്ക് തന്നെ കയ്യിൽ കരുതാൻ കഴിയണം നമുക്ക്. അതാരും കൊണ്ടുവന്നു തരില്ല. ശ്രദ്ധിക്കണം, മരണമെന്ന് പറയുന്ന വാതിലിലൂടെ ഒരു അവസാനിക്കാത്ത ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമല്ലോ. ആ യാത്രയിലേക്ക് ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും നമുക്കുള്ളത് നമ്മൾ തന്നെ സമാഹരിച്ചെടുക്കണം. അതിനുള്ള ഇടമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. ദുനിയാവിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ദാഹം വന്നാൽ കൂടെയുള്ളവൻ്റെ വെള്ളം മേടിച്ച് കുടിക്കുക, ഒപ്പമുള്ളവനടുത്ത് ഭക്ഷണം അങ്ങ് മേടിച്ച് കഴിക്കുക. പക്ഷേ മരണയാത്രയിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമേ നമുക്ക് കിട്ടൂ. മരണയാത്രയിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമേ നമുക്ക് കിട്ടൂ. ഈ ബോധങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നിരന്തരമായി ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മരണത്തോടുകൂടി അവസാനിക്കുന്നതല്ല ജീവിതം. അതീവ ഗുരുതരവും അപരിചിതവുമായ മറ്റൊരു ലോകത്തേക്കുള്ള കവാടമാണ് മരണം എന്ന് നമുക്കറിയാമല്ലോ. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ വലിയ തിരക്കിലും ഓട്ടത്തിലുമാണ്. മരണത്തെ ഓർമ്മയില്ല, നമ്മൾ ഓട്ടത്തിലാണ്. നമ്മളെന്താ പറയാറുള്ളത്? ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ശരിയാകൂല, ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്, ഇതൊക്കെ നമ്മൾ പറയുക. അങ്ങനെ എല്ലാം മറന്ന് എല്ലാം അവഗണിച്ച് നമ്മളങ്ങനെ ദുനിയാവിൻ്റെ പിന്നിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നമ്മൾ. എവിടേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓടുന്നത്? എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത്? ആ ഓട്ടം ഒരിക്കൽ നിൽക്കുന്ന ബോധം നമുക്ക് വേണ്ടേ? ഈ ബോധമില്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വലിയവരാണെന്ന് കരുതി ഓടിപ്പാനവർ പലരും മരിച്ചപ്പോൾ അവിടെയൊന്നും നമുക്ക് അവർ പോയതിൻ്റെ ഒരു ഇടവും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ മരിച്ചാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ എങ്ങോട്ടാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്? കിട്ടുന്ന സമയം ആ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക, ജീവിതത്തെ അതിനുവേണ്ടി മാറ്റിവെക്കുക.
ആ മരണബോധത്തിൽ നിന്ന് ജീവിതത്തെ മധുരമുള്ളതാക്കി മാറ്റുക പരലോക ജീവിതത്തിന്. സാധാരണ പറയാറുണ്ട്, ജനനമെന്ന 3 അക്ഷരം, മരണമെന്ന 3 അക്ഷരം, ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ജീവിതത്തിനും അങ്ങനെ 3 അക്ഷരം തന്നെയാണ്. അപ്പൊ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം എന്ന 3 അക്ഷരം തന്നെയാണ് നമ്മുടെ മരണത്തെയും മരണാനന്തരത്തെയും മധുരമുള്ളതാക്കി മാറ്റേണ്ടത്. അതിന് നിരന്തരമായ മരണബോധം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആ പാരത്രിക ജീവിതത്തിന് വേണ്ടി അമലുസ്വാലിഹാത്ത് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിരന്തരമായി അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതുപോലെ ധാരാളം മരണത്തെക്കുറിച്ച് ഓർക്കുകയും ജീവിതത്തെ അതിനനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.